അമ്പിയാക്കന്മാരല്ലാത്തവരും ഇവർ പറഞ്ഞില്ലേ എല്ലാവർക്കും ഇങ്ങനെ ഗൈബ് ഇഷ്ടം പോലെ അറിയുന്നു. അപ്പം അന്ന് ഞാൻ പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായിരുന്നിട്ട് പോലും അദൃശ്യ കാര്യങ്ങൾ അദ്ദേഹത്തിന് പല കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പല കാര്യങ്ങളും അറിഞ്ഞു. ഖിദ്ർ നബി അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന വിവരം സൂറത്തുൽ കഹ്ഫിലില്ലേ? ഖിദ്ർ എന്ന പേര് ഖുർആനിലില്ലെങ്കിലും അത് ഹദീസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അവരുടെ യാത്രാവേളയിൽ ഖിദ്ർ നബി അലൈഹിസ്സലാം അറിഞ്ഞത് മൂസ നബി അറിയുന്നില്ല. അപ്പൊ നമ്മൾ ചോദിച്ചു, നിങ്ങളിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ അറിയുന്നല്ലേ പറയുന്നത്, എന്നാ പിന്നെ എന്തുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദ്ർ അലൈഹിസ്സലാം അറിഞ്ഞതുപോലെ മറഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോ അന്ന് ഞാൻ പറഞ്ഞു, ആ കാര്യത്തെപ്പറ്റി ഇവർക്കൊരു അഭിപ്രായം ഇവർ പറയാറുണ്ട്, ഇവരെന്നൊരു മറുപടി പറയാറുണ്ട്. എന്താ മറുപടി? അവരുടെ പുസ്തകത്തിലാണ് എഴുതിയത്. ഈ കാണുന്ന പുസ്തകം ജുമാ ഒരു പഠനം ആരുടേതാണ്? നെല്ലിക്കുത്ത് MK ഇസ്മായിൽ മുസ്ലിയാർ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എഴുതുകയാണ്. നിങ്ങൾ നോക്കൂ, കേട്ടോളൂ ആ വാചകം. മൂസാ നബി എന്തുകൊണ്ട് മേൽ പറയപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. മറുപടി ഇതാണ്. എന്താ മറുപടി? അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. സഹോദരന്മാരെ, അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പേ കഴിഞ്ഞു പോയിട്ടുള്ള മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നുബുവത്തിനെ ചില സന്ദർഭങ്ങളിലെങ്കിലും നിഷേധിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഒരു നബിയല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഒരു നബിയുടെ നുബുവത്തിനെ ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അദ്ദേഹം അന്ന് നബിയല്ല എന്ന്, അദ്ദേഹം അന്ന് നബിയാണ് എന്നതിന് യാതൊരു തെളിവുമില്ല എന്നല്ലേ മുസ്ലിയാർ പറഞ്ഞത്. മറിച്ച് ഇനിയും കേട്ടോളൂ, അതെല്ലാം മൂസ നബി അലൈഹിസ്സലാം അന്ന് പ്രവാചകനായിരുന്നില്ല, മജ്മഉൽ ബഹ്റൈനിൽ പഠിക്കുന്ന കാലഘട്ടമായിരുന്നു. മജ്മഉൽ ബഹ്റൈനിൽ പഠിക്കുന്ന കാലഘട്ടമായിരുന്നു. അന്ന് അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു. മജ്മഉൽ ബഹ്റൈൻ സമുദ്രങ്ങളുടെ സംഗമസ്ഥാനം വിശുദ്ധ ഖുർആൻ പറയുന്നത് ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. എന്താ അതിന്റെ സംഭവം എന്നറിയോ സഹോദരന്മാരെ? ഇവരെന്താ അതിനെപ്പറ്റി പറഞ്ഞത്? ഇവർ പറയുന്നത് മൂസാ നബി അന്ന് നബിയായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവില്ല. എവിടെ എത്തി? ഇന്നലെ പറഞ്ഞതുപോലെ ഇർഫാദിൽ നിങ്ങൾ വായിച്ചില്ലേ? മുസ്ലിം സമുദായത്തെ മുഴുവനും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ കേട്ടില്ലേ? കേരളത്തിന്റെ മുക്കുമൂലകൾ ആ ശബ്ദം കൊണ്ട് പ്രകമ്പനം കൊള്ളാൻ പോവുകയാണ്. ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ ചുണക്കുട്ടികൾ നിങ്ങളെ അടക്കിയിരുത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ഇർഫാദ് കൊണ്ട് കേരളം മുഴുവൻ അതാ സർവ്വ മുസ്ലിമീങ്ങളെയും ഞങ്ങളിത് കേൾപ്പിക്കാൻ പോവുകയാണ്. എന്താണ് കേൾപ്പിക്കുന്നതെന്നോ? അള്ളാഹിനോട് ചോദിക്കാൻ നമുക്കെന്താ അധികാരമുള്ളത്? നബിയോടല്ലേ ചോദിക്കാൻ നമുക്ക് അധികാരമുള്ളൂ. നബിയോട് മാത്രമാണ് ചോദിക്കേണ്ടത്, അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ നിങ്ങൾ എഴുതിയത്. ആ വാദം നിങ്ങൾ പിൻവലിക്കുവോളം പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പോരാട്ടത്തിന് കാര്യം കിട്ടാറില്ലേ? സുലൈമാൻ സഖാഫി ഖുർആനിൽ ആയത്ത് തിരുത്തിയിട്ട് അള്ളാഹുവിനോടും റസൂലിനോടും പാപമോചനം തേടണം എന്ന് ആയത്തിന് തെറ്റായിട്ട് അർത്ഥം വെച്ചപ്പോ അത് ഇസ്ലാഹ് മാസിക പുറത്തു കൊണ്ടുവന്നില്ലേ? കേരളത്തിന്റെ മുക്കുമൂലകളിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടില്ലേ? സർവ്വ മുസ്ലിമീങ്ങളും അത് അറിഞ്ഞുപോയില്ലേ? നിങ്ങളെ കൊണ്ട് തിരുത്തിച്ചു, നിങ്ങൾ മാറ്റി എഴുതേണ്ടി വന്നില്ലേ? എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ് ആയത്തിൽ ഒരു അച്ചടിപ്പശക് സംഭവിച്ചു. ഒരു സ്ഥലത്ത് ആയത്തിലും അച്ചടിപ്പശക് സംഭവിച്ചു, അർത്ഥത്തിലും അച്ചടിപ്പശക് സംഭവിച്ചു. അച്ചടിപ്പശക് അർത്ഥത്തിൽ സംഭവിക്കുന്ന പോലെ എനിക്ക് മനസ്സിലായില്ല. അള്ളാഹിനോടും റസൂലിനോടും ചോദിക്കാം, അതാ അച്ചടിപ്പശക. നിങ്ങൾ നോക്കൂ, ഈ അടിസ്ഥാനത്തിൽ ഇതേ രൂപത്തിൽ തന്നെ ഇപ്പൊ പറഞ്ഞത് എന്താണ്? ഇവർ പറഞ്ഞ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല, പ്രാർത്ഥിക്കാം. പക്ഷേ മഹത്തുക്കളോടും പ്രാർത്ഥിക്കാം. പക്ഷേ ഇപ്പൊ പറയുന്നതോടൊന്നും പറ്റില്ല, നമുക്ക് അതിന് അധികാരമല്ല. എത്രത്തോളം ആ ലേഖനത്തിൽ പിന്നെയും ഒരുപാട് അപകടങ്ങളുണ്ട്, മുഴുവൻ ഞാൻ ഇന്നലെ വിശദീകരിച്ചിട്ടില്ല. മൂസ നബി അലൈഹിസ്സലാം എത്ര പവറുള്ള ആളാണ്. മൂസാ നബി അള്ളാഹിനോടൊന്ന് നേരിട്ട് ചോദിച്ചപ്പോഴേക്ക് തന്നെ അങ്ങ് ബോധരഹിതനായി വീണില്ലേ? മഹാനായ മൂസ നബിക്ക് പോലും അങ്ങനെ സംഭവിച്ചെങ്കിൽ അസ്രായീൽ എന്ന പേര് കേൾക്കുമ്പോൾ വിറവിറക്കുന്ന നമുക്ക് പിന്നെ എങ്ങനെ ചോദിക്കാനാണ്?
സംഭവങ്ങളൊക്കെ അതിൽ കുറേ ഉണ്ട്. സഹോദരന്മാരെ, എത്ര ഗുരുതരമാണ്, എത്ര ഗുരുതരമാണ്, എത്ര ഗുരുതരമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നബൂവത്തിനെ, ആ കാലഘട്ടത്തിലേക്കുള്ള നബൂവത്തിനെ നിഷേധിച്ചതല്ലേ നമ്മൾ കാണുന്നത്. നിങ്ങൾ കേൾക്കൂ, ആ ഭാഗത്തെ പറ്റി അന്ന് വിശദീകരിച്ചപ്പോ അതിനെപ്പറ്റി മൂപ്പര് പറയുന്നു, ഞങ്ങൾ എന്താണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് എന്ന് അദ്ദേഹത്തിനൊരു ന്യായീകരണമുണ്ട്, കേട്ടോളൂ. മൗലവി പറയാണ്, എന്താ പറഞ്ഞത് അറിയോ? ഈ നിങ്ങളെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുണ്ടല്ലോ, മൂസാ നബി നബിയല്ല എന്ന് പറഞ്ഞ ആളാണ്. മൂസാ നബി നബിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ പോയൊരു സംഭവം ഉണ്ടല്ലോ. ആ സംഭവം നടന്നത് നബുവത്ത് കിട്ടുന്നതിന് മുമ്പാണോ ശേഷമാണോ? നബുവത്ത് കിട്ടുന്നതിന് മുമ്പാണോ ശേഷമാണോ? അത് നബുവത്ത് കിട്ടുന്നതിന് മുമ്പായിരിക്കാം എന്ന നിലക്ക് ഉസ്താദ് അവർകൾ എഴുതിയിട്ടുണ്ട്. നബുവത്ത് കിട്ടുന്നതിന് മുമ്പായിരിക്കാം എന്ന് ഉസ്താദ് അവർകൾ എഴുതിയിട്ടുണ്ട്. നുണയല്ലേ ഇത്? അങ്ങനെയാണോ ഉസ്താദ് അവർകൾ എഴുതിയത്? ഉസ്താദ് അവർകൾ ഇങ്ങനെ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നബുവത്തിന് മുമ്പാണോ പോയത് ശേഷാണോ പോയത് എന്നൊക്കെ തർക്കമുണ്ട് എന്നാണോ പറഞ്ഞത്? അല്ല, അന്ന് മൂസ നബിയായി പ്രവാചകനായിരുന്നില്ല, പ്രവാചകനായിരുന്നു എന്നതിന് യാതൊരു തെളിവില്ല. നോക്കട്ടെ, വാചകം ഒന്നുകൂടെ വായിക്കട്ടെ. ആ പറയുന്ന വാചകം ഒന്നുകൂടി കേൾപ്പിക്കുന്നു. തർക്കമുണ്ട് എന്നല്ല പറഞ്ഞത്, ആ വാചകം ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മൂസാ നബി എന്തുകൊണ്ട് മേൽ പറയപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. മറുപടി ഇതാണ്, അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നൊന്നല്ല പറഞ്ഞ്, ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്നും അല്ല പറഞ്ഞ്, യാതൊരു തെളിവില്ല. ഇങ്ങനെ കണ്ണടച്ച് നിഷേധിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു മുസ്ലിയാരെ? ഒരു ഉസ്താദിനെ ന്യായീകരിക്കാണ് ശിഷ്യൻ, പിന്നെ വേണമല്ലോ, കിട്ടിയ ചോറിന് കൂറ് പാലിക്കണമല്ലോ. ഇവിടെ വന്നിട്ട് വീണ്ടും അതിനെ ന്യായീകരിക്കുകയാണല്ലേ. നിങ്ങൾ വാദത്തിൽ നിന്ന് കുതിരയോടേണ്ടതില്ല. നിങ്ങൾ പറഞ്ഞതെന്താണ്? അങ്ങനെ അഭിപ്രായം ഉണ്ട്, ഇങ്ങനെ അഭിപ്രായം ഉണ്ട്. അങ്ങനെ അഭിപ്രായമൊന്നും ഇല്ലായിരിക്കും. മുസ്ലിമീങ്ങൾക്കൊന്നും അങ്ങനെ അഭിപ്രായമല്ല. അന്ന് മൂസ നബി ആയിരുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, യാതൊരു തെളിവില്ല എന്നാ പറയുന്ന. തെളിവ് കേട്ടോളൂ. അന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായിരുന്നു എന്നുള്ളതിന് തെളിവ് കേട്ടോളൂ. ഇതായി കാണുന്ന സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമടക്കം ഫത്ഹുൽ ബാരി അടക്കമുള്ള സഹീഹുൽ ബുഖാരിയാണ്. അതിൽ നിന്ന് നിങ്ങളെ കേൾപ്പിക്കട്ടെ. ആ ഹദീസ് കേട്ടിട്ട് എന്റെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ വിലയിരുത്തിക്കോ. മൂസാ അന്ന് പോകുമ്പോ നബിയാണോ അല്ലേ, തെളിവുണ്ടോ ഇല്ലേ, അതോ ഒരു തെളിവുമില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചോ. അതാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു സംഭവം. എന്താ സംഭവം പറയുന്നറിയോ? ബുഖാരിയിലെ 4726 നമ്പർ ഹദീസാ വായിക്കുന്നത്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൂസാ റസൂലുള്ളാഹി അലൈഹിസ്സലാം ഖാല ദക്കറ الناس യൗമാ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂസാ നബി ജനങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനത്തെ പ്രസംഗാന്ന് പ്രസംഗിച്ചിരുന്നറിയോ? അതിന്റെ ഗൗരവത്തെക്കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹത്താ ഇദാ ഫാദത്തിൽ ഉയൂൻ വറഖത്തിൽ ഖുലൂബ്. കണ്ണുകളൊക്കെ ഒഴുകിപ്പോയി, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി, ഹൃദയങ്ങളൊക്കെ വളരെ ലോലമാകുന്ന നിലക്കായി. അത്ര നല്ല പവറുള്ള ഒരു ഉപദേശം. ആ ഉപദേശം കഴിഞ്ഞ് വല്ലാ മഹാനായ മൂസ നബി അങ്ങ് പോയി. ആ അവസരത്തിൽ ഈ പ്രസംഗം കേൾക്കുന്നവരാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സമീപിച്ചുകൊണ്ട് ഫഖാല വിളിക്കുകയാണ്, ചോദിക്കുകയാണ്, ഐ റസൂലല്ലാഹ്, ഐ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ. മൂസാ നബിയെയാണ് വിളിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു അയച്ചിട്ടുള്ള റസൂലേ. ഐ റസൂലല്ലാഹ്, ഓ റസൂലുള്ളാഹ്, ഹൽ ഫിൽ അർളി അഹദുൻ അഅലമു മിൻക. അങ്ങയേക്കാൾ വലിയ വിവരമുള്ള ആരെങ്കിലും ഈ ഭൂമിയിൽ വേറെയുണ്ടോ എന്നാണ് ഇയാൾക്ക് ചോദിക്കാനുള്ളത്. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പെട്ടെന്നങ്ങ് പറഞ്ഞു പോയില്ല.
ഇല്ല എന്ന് പറഞ്ഞു. ഫഅതബ അലൈഹി ദിലം യറുദ്ദൽ ഇൽമ ഇലല്ലാഹ്, അല്ലാഹു അഅലം എന്ന് പറയേണ്ടതിന് പകരം മൂസ നബി അങ്ങനെ പറഞ്ഞുപോയി. അതിന്റെ പേരിൽ അല്ലാഹു അദ്ദേഹത്തെ ആ കാര്യത്തിന്റെ പേരിൽ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നു. അതാ എന്താ പറഞ്ഞതെന്നോ ആ അവസരത്തിൽ പറയപ്പെട്ടു എന്ത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് അത് കൃത്യമായി മനസ്സിലായി, അബദ്ധം പറ്റി. അള്ളാഹുവിങ്കൽ നിന്ന് അറിയിപ്പ് കിട്ടി, മൂസ പറഞ്ഞത് ശരിയായില്ല മൂസ. ഉടനെ മഹാനായ പ്രവാചകൻ അതാ മൂസ നബി അള്ളാഹിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഐ റബ്ബി ഫൈന, വേറെ ആളുണ്ടോ എന്നെ കാണുവരുള്ളോരുന്നാ, അതെവിടെയാണ്? എനിക്കൊന്ന് പോകണമല്ലോ, പഠിക്കണമല്ലോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നു, ബിമജ്മഇൽ ബഹ്റൈൻ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നില്ലേ, രണ്ട് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനമെന്ന്. ആ കാര്യത്തെ പറ്റി അറിഞ്ഞു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിനയത്തോടെ പുറപ്പെടുന്നു. അള്ളാഹു പറഞ്ഞ ഈ സ്ഥാനത്തേക്ക് പോകുന്നു. അതിൻ്റെ ഇടയിൽ കുറെ ചരിത്രങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുള്ള വ്യക്തിയെ കാണുന്നു. ആ വ്യക്തിയെ കണ്ടെത്തിയപ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തു ചെയ്തു വന്നു? ഫസല്ലമ അലൈഹി മൂസാ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് സലാം ചൊല്ലി. ഫകശഫ അൻ വജ്ഹിഹി, അദ്ദേഹം റിപ്പോർട്ടുകളിൽ കാണാം മുഖം മൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. മുഖത്ത് നിന്ന് തുണിയങ്ങ് നീക്കി. എന്നിട്ട് സലാം അങ്ങ് കേട്ടപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, ഹൽ ബി അർദിൻ മിൻ സലാം, സലാം കേൾക്കുന്ന ഈ നാടോ എന്നിങ്ങനെ അദ്ദേഹം പറയുന്നു. വേറെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഹൽ ബി അർദി എന്നും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട്. ഈ അടിസ്ഥാനത്തിലൊക്കെ എന്തോ ആകട്ടെ, ഞാൻ ആ ചർച്ചയിലേക്ക് നീങ്ങുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നോ, ഈ സലാം അങ്ങ് കേട്ടപ്പോ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, മൻ അന്ത, മൻ അന്ത, ആരാ നിങ്ങള്? മനസ്സിലായില്ലല്ലോ. ഖദർ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, മൻ അന്ത, നിങ്ങൾ ആരാണ്? ഖാല, ആ അവസരത്തിൽ മൂസ നബി അലൈഹിസ്സലാം പറയാണ്, അന മൂസ, അന മൂസ, ഞാൻ മൂസയാണ്. അപ്പൊ ഖദറിന്റെ ചോദ്യം, മൂസ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിലെ മൂസയാണോ? ഖാല നഅം, അതെ. ഉടനെ ഖദർ അലൈഹിസ്സലാമിന്റെ ചോദ്യം, ഫമാ ശഅനുക, എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? ഖാല, മൂസ നബി അലൈഹിസ്സലാം പറയാണ്, ജിഅ്തു ലിതുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ, ഞാൻ വന്നിരിക്കുന്നത് അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇൽമുകളില്ലേ, അത് പഠിപ്പിച്ചു തരാൻ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം. അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. ആ അവസരത്തിൽ അതാ കേട്ടോളൂ, ഖദർ അലൈഹിസ്സലാം തിരിച്ചു ചോദിക്കുകയാണ്. ഖാല, ഖദർ അലൈഹിസ്സലാം ചോദിക്കുന്നു മൂസ നബിയോട്, അമാ യക്ഫീക അന്ന തൗറാത ബിയദൈക വ അന്നൽ വഹ്യ യഅതീക, മൂസ നിനക്ക് പോരേ, അമാ യക്ഫീക നിനക്ക് പോരേ, അന്ന തൗറാത ബിയദൈക, തൗറാത്ത് നിന്റെ കയ്യിലുള്ളതൊന്നും നിനക്ക് പോരേ, മാത്രമല്ല നിനക്ക് വഹയും കിട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ? ഖദർ അലൈഹിസ്സലാം ആ ചോദിക്കുന്നത് ഈ സംഭവത്തിൽ എന്ന് ബുദ്ധിയുള്ള സഹോദരന്മാരെ നമുക്ക് എന്താ മനസ്സിലായത്? ഈ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര പോകുന്നതിന്റെ മുമ്പേ അദ്ദേഹം റസൂലുള്ള തന്നെയാണ് എന്ന് കിട്ടിയില്ലേ? തൗറാത്തും കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ വഹയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൗറാത്തും കിട്ടിയിട്ട് വഹി വരാൻ തുടങ്ങിയിട്ടല്ലേ തൗറാത്ത് കിട്ടിയത്? അങ്ങനെ വഹയും കിട്ടുന്നുണ്ട്, തൗറാത്തും കയ്യിലുണ്ട്, പിന്നെ എന്തിനാ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നത് എന്ന് ഖദർ അലൈഹിസ്സലാം ചോദിച്ചില്ലേ? ആ യാത്ര എവിടെ എത്തുന്നതിന്റെ മുമ്പായി തന്നെ അതിനുള്ള സാഹചര്യം മുത്ത മുസ്തഫ വിശദീകരിച്ചില്ലേ? മൂസാ നബി അലൈഹിസ്സലാം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് ഒരാൾ ചോദിച്ചത്. എന്താ ചോദിച്ചത്? യാ മൂസ എന്നല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഭിസംബോധനയല്ല, യാത്ര പോകുന്നതിന്റെ മുമ്പേയുള്ള അനുയായികളുടെ ചോദ്യം എന്താണ്? ഐ റസൂലല്ലാഹ്, ഐ
റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ. ചിന്തിച്ചോ മുസ്ലിമേ, ചിന്തിച്ചോ എന്റെ ഉമ്മമാരെ, ചിന്തിച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ. മൂസ നബി അന്ന് നബിയായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്ന് എഴുതിവിട്ടത് ഇസ്ലാമിന്റെ വാദമാണോ? ചിന്തിച്ചുകൂടെ? അല്ലാഹു നമുക്ക് ബുദ്ധി തന്നിട്ടില്ലേ? ഒരു തെളിവില്ലാന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? നിങ്ങൾക്ക് ബുഖാരി തെളിവ് പറ്റില്ല അല്ലേ? ഇന്നലെ നിങ്ങൾ പ്രസംഗിച്ചപ്പോ കേട്ടില്ലേ പേരോട് മറ്റൊരു മുസ്ലിയാരോട് ചോദിക്കുന്നുണ്ട്, ബുഖാരിയുടെ വാക്കിനേക്കാൾ, ബുഖാരിയിൽ പറഞ്ഞ ഹദീസിനേക്കാൾ കക്കാട് ഫൈസിയുടെ വാക്കാണോ നിങ്ങൾക്ക് വലുത് എന്ന് വേറൊരു പ്രശ്നം വന്നപ്പോ ആ കൂട്ടരോട് ചോദിച്ചില്ലേ? വിനീതമായി ഞങ്ങളും ഒന്ന് ചോദിച്ചോട്ടെ, നെല്ലിക്കുത്തിന്റെ വാക്കാണോ, നെല്ലിക്കുത്തിന്റെ പുസ്തകത്തിന്റെ വരികളാണോ മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹീഹുൽ ബുഖാരിയിലെ ഹദീസിനേക്കാൾ നിങ്ങൾക്ക് വലുത്? വിനീതമായി ചിന്തിച്ചുകൂടെ? ഇവരാണോ നിങ്ങളുടെ ഉസ്താദുമാര്? ഈ ഉസ്താദിന്റെ സ്ഥിതി ഇങ്ങനെ ആവാൻ എന്താ കാരണം? നിങ്ങൾ നോക്കൂ, ഈ ഉസ്താദ് നെല്ലിക്കുത്ത് ഉസ്താദിനെ സംബന്ധിച്ച് ഇതാ മുജാഹിദുകൾ എഴുതുന്നതല്ല. ഇയാളുടെ കളി എന്താണെന്ന് നുസ്റത്തുല്ലന മാസികയിൽ നിന്ന് ഞാൻ വായിക്കട്ടെ. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നുസ്റത്തുല്ലന മാസിക പരിചയമുണ്ടാകുമല്ലോ. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ പത്രമല്ലേ? ആ നുസ്റത്തുല്ലന മാസികയിൽ നിന്ന് വായിക്കട്ടെ, കേട്ടോളൂ. ഒരു മുഫ്തിയും ഒരു പത്രവും പത്രാധിപരും എന്ന ലേഖനത്തിൽ തന്നെ കാണുന്നു. ആദ്യത്തെ വാചകം തന്നെ എന്താ അറിയോ? നമ്പ്യാർ കൂത്ത്, ചെട്ടിയാർ കൂത്ത് എന്നിങ്ങനെ പലതരം കൂത്തുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരുതരം കലകളും കളികളുമാണ്. നെല്ലിക്കുത്തിന്റെ കൂത്ത് അങ്ങനെയല്ല, ദീന് കൊണ്ടുള്ള കൂത്താട്ടമാണത്. നെല്ലിക്കുത്തിന്റെ കൂത്ത് ദീന് കൊണ്ടുള്ള കൂത്താട്ടമാണ്. തെളിവ് പിടിച്ചോ? അന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയായിരുന്നു എന്നുള്ളതിന് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നൊന്നുമല്ലല്ലോ പറഞ്ഞത്. യാതൊരു തെളിവുമില്ല എന്നല്ലേ നിങ്ങൾ ഇന്ന് വരെ തിരുത്തിയിട്ടുണ്ടോ? നിങ്ങൾ എന്തേ തിരുത്താൻ നിങ്ങൾക്ക് മനസ്സ് വരാത്തത്? ആ പോയ കാലത്ത് മൂസ നബിയായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു എത്തിയിട്ട് വരുന്ന കാലം പിന്നീട് നിങ്ങൾ അംഗീകരിക്കുന്ന നബുവത്ത് കിട്ടി എന്ന് പറയുന്ന കാലം വരെ നിങ്ങൾ ആ നബിയുടെ നബുവത്തിനെ നിഷേധിച്ചതല്ലേ? ഇത് ഇസ്ലാമിന് ശരിയാണോ? ഇതായി ഉള്ളവൻ കഴിഞ്ഞ പ്രസംഗത്തിൽ നിങ്ങളോട് ചോദിച്ചത്, ഒരു നിമിഷ നേരത്തേക്കെങ്കിലും, ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും, ഒരു മാസം പോകട്ടെ, ഒരു ദിവസം പോകട്ടെ, ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും നബിയാണെന്ന് സ്ഥിരപ്പെട്ട ഒരു നബിയുടെ നബുവത്തിനെ ശേരിക്കുന്നത് ഇസ്ലാമിൽ അംഗീകൃതമാണോ? കുഫ്റല്ലേ? എന്തേ നിങ്ങൾക്ക് തിരുത്താൻ മനസ്സ് വരാത്തത്? യാതൊരു തെളിവുമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇനി ഉസ്താദിന്റെ കോലം നോക്കൂ. ഈ ഉസ്താദിനെന്താ? അഹങ്കാരവും സത്യത്തോടുള്ള ധിക്കാരവും തന്നെ കാരണം. ഇയാൾ യാതൊന്നും തിരുത്തൂല, കാരണം അഹങ്കാരമാണ്, സത്യത്തോടുള്ള ധിക്കാരമാണ്. മാത്രമല്ല മദ്രസ വിദ്യാർത്ഥികൾക്ക് അറിയുന്ന മസ്അലകൾ പോലും ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകപ്പെടുന്ന ഉന്നത ദീനീ കലാലയത്തിലെ ഏറ്റവും പ്രഗത്ഭ പണ്ഡിതന് പിഴച്ചു പോവുമെന്ന് മാസികക്കാർ ഓർക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. പ്രസവരക്തം മൂലം നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടുന്ന മസലയെ സംബന്ധിച്ച് അദ്ദേഹം തെറ്റു പറഞ്ഞു. അതിനെപ്പറ്റിയാണ് ഇവർ പിടികൂടിയിട്ടുള്ളത്. എന്നിട്ട് പറയുകയാണ്, ഇയാൾ ഹൈലിന്റെ വൃത്തത്തിൽ നിന്നും മാറാതെ കിടന്നുരുളുക തന്നെയാണ് ഇപ്പോഴും. സ്വന്തം ഭാര്യയും മക്കളും മദ്രസ ബുക്കുകളിൽ പഠിച്ചത് ചോദിച്ചറിഞ്ഞാൽ തന്നെ ഇയാൾക്ക് ഇത്തരം അബദ്ധങ്ങൾ വരാനിടയില്ല. ദുർവാശിയായാൽ എന്ത് ചെയ്യാനാ? പിന്നെയും പറയുകയാണ് അവസാനം, അറബ് ഭാഷയിൽ പാവപ്പെട്ട മുസ്ലിയാരുട്ടികളെ പറ്റിക്കാൻ ഫിഖ്ഹു സുന്ന എന്ന പേരിൽ സുന്നത്തിൽ നിന്ന് നേരെ പിടിച്ചെടുത്ത ഗവേഷണ മതങ്ങൾ ഇയാൾ അടിച്ചിറക്കുന്നുണ്ട്. ഇങ്ങനെ പോകുന്നു. ഇയാളെ പറ്റി പരിചയപ്പെടുത്തൽ മുജാഹിദ് മൗലവിമാർ എഴുതിയതല്ല, മുജാഹിദിന്റെ പ്രസിദ്ധീകരണത്തിലല്ല. ഈ നാട്ടിലെ ആളുകൾക്ക് പരിചയമില്ലേ? സംസ്ഥാനക്കാരുടെ മാസികയിൽ നിന്നാ വായിച്ചത്. ഇയാളുടെ ഈ നെല്ലിക്കുത്തിന്റെ കൂത്ത് ചെട്ടിയാറ് കൂത്തല്ല, നമ്പ്യാറ് കൂത്തല്ല. ഇയാളെ കൂത്ത് ദീന് കൊണ്ടുള്ള കൂത്താട്ടമാണ് കേട്ടോ. ഇനി പാവപ്പെട്ട ഞാൻ പറഞ്ഞതാണോ? അല്ല എന്നുള്ളതിന് തെളിവാണ്. ഞാൻ ആരോപണം പറഞ്ഞതല്ല എന്നുള്ളതിന് തെളിവാണ് ഈ വായിച്ചത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ബുഖാരിയിൽ കൃത്യമായി വന്നിട്ട് പോലും യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് തെളിവേരാ വേണ്ടത്? ഈ കാര്യം
നിങ്ങളുടെ ശ്രദ്ധയിൽ ഇനിയും പെടുത്തുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നിഷേധിക്കേണ്ടതില്ല. പക്ഷേ മൂപ്പരൊരു തട്ടിപ്പ് നടത്തി. എന്താണെന്നറിയോ? ആ വിഷയത്തെ വളരെ ലഘൂകരിച്ചിട്ട് മൂപ്പരൊരു ഉദാഹരണം പറയണം. അത് അത്രയേ ഉള്ളൂ, അത് ഇത്രയേ ഉള്ളൂ. എത്രയാ? കേട്ടോളൂ. മൗലവി, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരാൾക്ക് ഒരു തർക്കം. എന്താ തർക്കം? ഹുസൈൻ സലഫി ഷാർജയെ പോയത് ബുലൂഗായതിന് ശേഷമാണോ അല്ല അതിന് മുമ്പാണോ? ബുലൂഗായതിന് മുമ്പാണോ ശേഷമാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം സലഫിക്ക് ബുലൂഗായിട്ടില്ല എന്നാ? അയാൾ ഷാർജയെ പോയത് എപ്പോഴാണ്? ഇതല്ലേ ചർച്ച. എന്താ പറഞ്ഞിരുന്നറിയോ? ഇതിപ്പോ എത്രേ തർക്കമുള്ളൂ. നമ്മൾ മൂസാ നബിയൊന്നും അല്ലാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എത്രേ പ്രശ്നമുള്ളൂ? ഹുസൈൻ സലഫി ഷാർജയിലേക്ക് പോയത് ബുലൂഗ് ആയതിന്റെ മുമ്പാണോ ബുലൂഗ് ആയതിന്റെ ശേഷമാണോ എന്നൊരു തർക്കം. അങ്ങനെ തർക്കം ഉണ്ടായാൽ ഹുസൈൻ സലഫിക്ക് തീരെ ബുലൂഗായിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം? പോയ സമയത്ത് ബുലൂഗായോ അല്ലേ നല്ല തർക്കം. ഇത്രയേ ഉള്ളൂ. ബുലൂഗ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ പ്രായപൂർത്തിയായിട്ടാണോ ഹുസൈൻ സലഫി ഷാർജയിൽ പോയത് അതോ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണോ എന്നൊരു തർക്കം ഉണ്ടെങ്കിൽ അതിന് എത്രയേ കിട്ടുള്ളൂ? ഹുസൈൻ സലഫിക്ക് പ്രായപൂർത്തി തന്നെ ആയിട്ടില്ലാന്നൊന്നുമില്ല, ആ പോയ സമയത്തെ തർക്കമുള്ളൂ എന്ന് വളരെ ലഘൂകരിച്ചു. ഇത് ഹുസൈൻ സലഫിയുടെ ബുലൂഗും അല്ലാത്തതും അല്ല പ്രശ്നം, ദീന് കൊണ്ടുള്ള കൂത്താട്ടാണ് എന്നാ പറഞ്ഞത്. നിങ്ങൾ പ്രായപൂർത്തിയും ഹൈദരക്കുതവും പ്രസവരക്കുതവും ഒക്കെ നോക്കുന്ന ആൾക്കാരാന്നല്ലേ ഇപ്പൊ ഇതിൽ നിങ്ങളെ മാസികയിൽ പറഞ്ഞത് അല്ലേ? ഇത് പ്രായപൂർത്തി നോക്കണ കാര്യമല്ല, ഇത് ദീനിന്റെ കാര്യമാണ്. മനസ്സിലായില്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പോയത് നബിയായിട്ടാണ് എന്ന് കൃത്യമായിട്ടുണ്ടാവുമ്പോ പിന്നെന്താ തർക്കം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ തർക്കിക്കേ? അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ തർക്കിക്കേ? എന്താണ് അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യത്തിൽ പറഞ്ഞതെങ്കിൽ പിന്നെ തർക്കിക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് സ്വന്തമായി അഭിപ്രായം പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു ചർച്ചയിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നോ, ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതുകൊണ്ട് ബുഖാരിയിൽ വന്ന ഈ തെളിവല്ലേ? റസൂലല്ലാഹ് എന്ന് വിളിച്ചത് തെളിവല്ലേ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, വ്യക്തമാക്കണം. യാതൊരു തെളിവില്ല എന്നിടത്താണ് നമ്മുടെ പിടുത്തം. യാതൊരു തെളിവില്ല. തെളിവാണ് ഈ കാണിച്ചത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.